ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രകാശത്തിൻ്റെ വലിയ പെരുന്നാളിലേക്ക് നാം അടുത്തു വരികയാണ്. നോമ്പിൻ്റെ അവസാന പാദത്തിലേക്ക് എത്തുമ്പോൾ അത് നമ്മെ പ്രകാശത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കും. ജന്മനാ ഇരുട്ടിലായിരുന്ന ഒരാളെ പ്രകാശത്തിലേക്ക് നയിക്കുകയാണ് ഇന്നത്തെ വേദഭാഗത്തിൽ കർത്താവ്. ഇന്ന് വലിയ നോമ്പിലെ 6ാമത്തെ ഞായറാഴ്ച. വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. പിറവിയിലെ കുരുടനായ ഒരാൾക്ക് യേശു സൗഖ്യം നൽകുകയാണ് ഇവിടെ. അവിടെ യേശുവിനോടൊപ്പം അന്ധതയുടെ കാരണം തിരക്കുന്ന ശിഷ്യന്മാരുണ്ട്, യേശുവിനെ ചോദ്യം ചെയ്യുന്ന പരീശന്മാരുണ്ട്, യേശുവിനോട് കരുണയാചിക്കുന്ന ഈ അന്ധനുണ്ട്, അയാളുടെ മാതാപിതാക്കളുണ്ട്. ഒരു ചിത്രം പോലെ മനസ്സിൽ തെളിയുന്ന ഒരു സംഭവമാണിത്. ഇവിടെ കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ട് ഈ കുരുടൻ പറയുന്നുണ്ട്, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ കാണുന്നു. അയാളെ പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് ആനയിക്കുകയാണ് ഈ സംഭവത്തിലൂടെ കർത്താവ്. ജന്മന പാപികളായവരുടെ പ്രതിനിധിയാണ് ഇയാൾ. കർത്താവ് പാപികളോടും നൊമ്പരപ്പെടുന്നവരോടും കൂടെയാണെന്നേ. പാപികളെ തേടിയാണ് അവൻ വന്നത്. പരീശന്മാർ ഇവിടെ ഈ അന്ധന്റെ കുറവുകളെ കാണാനാണ് ശ്രമിച്ചത്. പരീശന്മാരുടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അന്ധന്മാരായിരുന്നെങ്കിൽ നിങ്ങളിൽ പാപമില്ലായിരുന്നു. പുറമേ കാഴ്ചയുള്ള എന്നാൽ ഉൾക്കാഴ്ചയില്ലാത്ത അന്ധന്മാരായിരുന്നു പരീശന്മാർ. പ്രിയമുള്ളവരെ, പലപ്പോഴും നാമും ഈ പരീശന്മാരെ പോലെയല്ലേ? ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുമ്പോഴും യഥാർത്ഥമായി ക്രിസ്തുവിനെ കാണാൻ, ക്രിസ്തുവിനെ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മനസ്സിൻ്റെ കന്മഷങ്ങൾ നമ്മെയും അന്ധന്മാരാക്കുന്നില്ലേ? ദൈവം നമ്മിലൊരു തിരിനാളം കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് കെട്ടുപോകാതെ സൂക്ഷിക്കണം. അത് കത്തി ജ്വലിക്കണം നമ്മിൽ. നമ്മുടെ തിന്മ നിറഞ്ഞ ജീവിതം മൂലം അത് കെട്ടുപോകാൻ ഇടയാകരുത്. ക്രിസ്തുവിനെ അറിയാൻ, നല്ലത് പ്രവർത്തിക്കാൻ, നല്ലത് ചെയ്യാൻ സാധിക്കണം നമുക്ക്. ഓർക്കുക, പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഇരുളിൽ പ്രകാശമായ ക്രിസ്തു കൂടെയുണ്ട്. ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ക്രിസ്തു പ്രവർത്തിച്ചു തുടങ്ങും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.